അയ്യോ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബാറ്ററിയിലിടുന്ന ഈ ഫാനും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ നിങ്ങളോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, എനിക്ക് ഈ സംവരണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര പാടാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഭയങ്കര തൊട്ടാപ്പുള്ളൊരു വിഷയമായതുകൊണ്ടേ സൂക്ഷിച്ചും കൊണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി വാലിമ്പള്ളത്തിൽ കിട്ടും. ഈ സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തലേ കയറാൻ വരും ആൾക്കാർ. അത് പറ്റത്തില്ല. ജാതി സംവരണം വരെ തന്നെയാണ് വേണ്ടത്. സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന മാത്രമല്ല പ്രശ്നം, ജാതിപരമായിട്ട് ഒരുപാട് അധിക്ഷേപങ്ങളും മറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ സംവരണം വെച്ചിരിക്കുന്നത്. സംവരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ജാതിപരമായിട്ട് വേറെ ഉണ്ടല്ലോ, ഈ കേസിൻ്റെ കാര്യത്തിലൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറേ മുൻഗണനകളും മറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊന്നും മാറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ സബ്ജക്റ്റ് അല്ല, എൻ്റെ ഐഡിയയെ വേറേതാണ്. അതായത് ഇപ്പം നമ്മൾ ജാതിപരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ എന്ത് മനസ്സിലാക്കണം? അയാളുടെ ജാതി മനസ്സിലാക്കണം, വേണ്ടേ? ഒരാളുടെ ജാതി ഇന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ഉള്ളൂ ചില ആൾക്കാർക്ക് അയാളെ ആ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാനും കളിയാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ജാതി എവിടെ മുതലാണ് നമ്മൾ ഒരാളെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്? ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കുഞ്ഞിന് അയാളുടെ ജാതി പറഞ്ഞ് ആ കൊച്ചിൻ്റെ ജാതി പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കറിയാം, കുടുംബപരമായിട്ട് അവർ ഇന്ന ജാതിയാണെന്ന് അറിയാം. അപ്പോൾ കളിയാക്കാനുള്ളവർക്ക് അങ്ങനെ കളിയാക്കാം. പക്ഷേ ഇത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തണ്ടേ? അതായത് നമുക്ക് ഈ സൈക്കിളിൻ്റെ പെഡലെ ചവിട്ടുകയും ചെയ്യണം, സൈക്കിൾ മുന്നോട്ട് പോകാനും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായത് സൈക്കിളിൻ്റെ പെഡലിൻ്റെ ചവിട്ട് നിർത്തിയെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഈ സൈക്കിൾ എവിടെയെങ്കിലും നിൽക്കത്തുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ച് കൂട്ടിയ കൂലങ്കഷമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ്. കൊള്ളാമോ എന്നറിയത്തില്ല, എന്നാലും പറഞ്ഞേക്കാം. സംഭവം എത്രേ ഉള്ളൂ, നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ജാതിക്കോളം കാണുമല്ലോ. ആ ജാതിക്കോളത്തിൽ ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്ക് ജാതിപരമായിട്ടുള്ള സംവരണങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ മറ്റൊരു കോളം കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ജാതിക്കോളം അവിടെ ഇരുന്നോട്ടെ, ജാതിക്കോളം വേണ്ടവർക്ക് ജാതിക്കോളത്തിൽ ഫില്ല് ചെയ്തോട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക കോളം കൂടെ വെച്ചേക്കണം. അതായത് സാമ്പത്തിക കോളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വില്ലേജ് ഓഫീസുകൾ മുഖേന വല്ലതും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അതായത് പല കാറ്റഗറി ആയിക്കോട്ടെ, അതിദരിദ്രർ, ദരിദ്രർ, അയ്യോ അതിദരിദ്രർ ഇല്ലല്ലോ അല്ലേ, എന്നാൽ ദരിദ്രർ, സാധാ ദരിദ്രർ, ഇച്ചിരി കൂടിയ ദരിദ്രർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 കാറ്റഗറി. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ ഈ അപേക്ഷ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വില്ലേജ് ഓഫീസറാണ് അന്വേഷണം നടത്തിയിട്ട് തീരുമാനിക്കുന്നത് ഇവർ ഏത് വിഭാഗത്തിൽപ്പെടും. 2-3 കാറ്റഗറി ABC എന്ന് കൂട്ടിക്കോ. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അപ്പോൾ അവിടെ ജാതി കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ഈ സാമ്പത്തികം അറിയാം, ജാതി കൊടുത്തില്ലേലും വിഷയമൊന്നുമില്ല. പക്ഷേ സംവരണം അവിടെ എന്നാലും കിട്ടത്തില്ലല്ലോ. സംവരണം കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചു. അതായത് EWS എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ, എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സംവരണമൊക്കെ കിട്ടും. അത് ഏത് ജാതിയിലാണെന്ന് പറഞ്ഞാലും കിട്ടും. പക്ഷേ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം, മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഈ കാറ്റഗറിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ABC എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു രണ്ട് പേര് വന്ന് 2 രക്ഷകർത്താക്കൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു രക്ഷകർത്താവിന് എനിക്ക് ജാതിപരമായിട്ടുള്ള സംവരണം മതി, അയാൾ തീരുമാനിക്കുക. അപ്പോൾ അയാൾ ആ കൊച്ചിൻ്റെ ജാതി അവിടെ വെളിവാക്കുക, എഴുതി വെച്ചു. അപ്പോൾ അത് അവിടെ ഒരു പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ജീവിതാവസാനം വരെ അവന് ആ ജാതി അവിടെ കാണും. അവന് ജാതി സംവരണം വഴിയാണ് അവൻ കയറിയിരിക്കുന്നത്. അവൻ സകല സ്ഥലത്തും അവൻ ഈ ജാതി പറയേണ്ടി വരും. ഓക്കെ, അതേസമയം അതേ സെയിം ജാതിയിലുള്ള മറ്റൊരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ പറയാണ് എനിക്ക് ജാതി സംവരണം വേണ്ട, എനിക്ക് സാമ്പത്തിക സംവരണം മതി. 2 സെയിം കാസ്റ്റ് തന്നെയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള സംവരണവും ആനുകൂല്യങ്ങളും എല്ലാം ഈ കുട്ടിക്കും കിട്ടും, യാതൊരു വ്യത്യാസവും. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ 2-3 തലമുറ കഴിയുമ്പോഴത്തേക്കും ഈ ജാതി എന്ന് പറഞ്ഞ സാധനം അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത് തേഞ്ഞു മാഞ്ഞു പോകും. അവരെങ്ങും അവരുടെ ജാതി ഇന്നതാണെന്ന് പറയുന്നേ ഇല്ല, ഒരു പേപ്പറിൽ പോലും ഇല്ല, സർക്കാരിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, ജാതി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അവർക്ക് സാമ്പത്തികം എന്ന് പറഞ്ഞ ഇന്ന കാറ്റഗറി, അത് സാമ്പത്തികം തോറും ഈ കാറ്റഗറി മാറി മാറി വരും, അതങ്ങനെ. പക്ഷേ മറ്റേ കുട്ടിയുടെ രക്ഷകർത്താവ് അവിടെ ആ കുട്ടിയുടെ ജാതി പേര് വെളിവാക്കിയതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതാവസാനം വരെ ആ കുട്ടിക്ക് ഈ ജാതി പേര് അവിടെ നിലനിൽക്കും. ഇതിലേത് വേണമെന്ന് സ്വയം തീരുമാനിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു വ്യക്തി നടന്നു വരുമ്പോഴത്തേക്കും അയാൾ ഇന്ന ജാതിയിൽപ്പെട്ടതാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ലല്ലോ. ഒന്നെങ്കിൽ അയാൾ പറയണം, അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. അല്ലെങ്കിൽ ചില ആൾക്കാരെ പോലെ സകല ഇൻ്റർവ്യൂവിനും പോയിരുന്നുകൊണ്ട് ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണേ, ഞാൻ ഇന്ന ജാതിക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളാണേ, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണം. അങ്ങനെയാണെങ്കിലും അറിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വിഷയമില്ലല്ലോ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒതുക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ജാതിക്കോളം വേണ്ടവന് ജാതിക്കോളത്തിൽ ഫില്ല് ചെയ്തോട്ടെ, ജാതി വേണ്ടെന്നുള്ളവന് അത് വേണ്ട, സാമ്പത്തികത്തിൻ്റെ കോളത്തിൽ അവൻ ഫില്ല് ചെയ്തോട്ടെ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ജാതി എന്ന് പറയുന്ന സാധനം അവൻ ഫില്ല് ചെയ്യാതിരിക്കത്തുള്ളൂ. അവന് അടുത്ത ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഏത് സാമ്പത്തികത്തിനൊരു കോളം ഉണ്ടല്ലോ, അവൻ ആവശ്യമുള്ളവൻ അതേ കൊണ്ട് ഫില്ല് ചെയ്തോളൂ. ജാതി പറയുള്ളവൻ ജാതിയിലും കൊണ്ട് ഫില്ല് ചെയ്തോളൂ. അതിന് ശേഷം വന്നിട്ട് എന്നെ ഇങ്ങനെ ജാതി പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ അവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അവനത് ചെയ്തില്ല. ഞാനീ പറഞ്ഞതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളും മറ്റും ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ കൂടി ഇരുന്ന് ചർച്ചകളൊക്കെ നടത്തിയിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയൊരു ഐഡിയ പങ്കുവെച്ചു എന്നേ ഉള്ളൂ.